Welcome back to 19th day of CBSE Maths Crash Class conducted by Archana Study Center. ഇന്ന് ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ട്രിഗണോമെട്രിക് ഐഡന്റിറ്റീസ് ആണ്. ഇമ്പോർട്ടന്റ് ആയ 3 ട്രിഗണോമെട്രിക് ഐഡന്റിറ്റീസ് ആണ്. അപ്പൊ അതിലേക്ക് പോവാം. അപ്പോൾ നമുക്ക് ഇവിടെ ഒരു റൈറ്റ് ആംഗിൾ ട്രയാംഗിൾ തന്നിട്ടുണ്ട്. ABC at right angled at B. B എന്ന ആംഗിൾ 90 ഡിഗ്രി ആണ്. We have selected an angle A. A എന്ന് പറയുന്നതാണ് സെലക്ടഡ് ആംഗിൾ. ഇതിൽ സൈൻ തീറ്റ എന്ന് പറയുന്നത് AC എന്നത് ഹൈപ്പോട്ടനസ് ആണ്, BC എന്ന് പറയുന്നത് എക്ക് ഓപ്പോസിറ്റ് സൈഡ് ആണ്, AB എന്ന് പറയുന്നത് അഡ്ജസന്റ് സൈഡ് ആണ്. അങ്ങനെയാണെങ്കിൽ സൈൻ എ എന്ന് പറയുന്നത് CB മൈനസ് AC ആയിരിക്കും, ഓപ്പോസിറ്റ് ബൈ ഹൈപ്പോട്ടനസ്. കോസ് എ എന്തായിരിക്കും? AB ഡിവൈഡഡ് ബൈ AC ആയിരിക്കും. ഇത് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്തതാണ്. അപ്പോ ഇനി ടാൻ എ എന്ന് പറയുന്നത് എന്താണ്? ഓപ്പോസിറ്റ് ബൈ അഡ്ജസന്റ്. അപ്പൊ എന്ത് വരും? ഓപ്പോസിറ്റ് BC ഡിവൈഡഡ് ബൈ AB. ഓക്കെ, ഇനി നമുക്ക് കൊസീക്ക് എന്താണെന്ന് അറിയാം? ഓപ്പോസിറ്റ് ഓഫ് സൈൻ, ഹൈപ്പോട്ടനസ് ബൈ ഓപ്പോസിറ്റ് സൈഡ്. അതുപോലെ സീക്ക് എന്താണ്? ഹൈപ്പോട്ടനസ് ഡിവൈഡഡ് ബൈ അഡ്ജസന്റ്. കോട്ടെ എന്താണ്? അഡ്ജസന്റ് ഡിവൈഡഡ് ബൈ ഓപ്പോസിറ്റ്. ഇത്രയും കാര്യങ്ങൾ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ഡിസ്കസ് ചെയ്തതാണ്. ഇനി നമുക്ക് പറയാനുള്ളത് കുറച്ച് ഐഡന്റിറ്റീസ് ആണ്. ഓക്കെ, എന്താണ് ഐഡന്റിറ്റി? ഫസ്റ്റ് വൺ നമുക്ക് അറിയേണ്ടത് സൈൻ സ്ക്വയർ എ പ്ലസ് കോസ് സ്ക്വയർ എ ഈക്വൽ ടു 1. ഓക്കെ, സൈൻ സ്ക്വയർ എ പ്ലസ് കോസ് സ്ക്വയർ എ ഈക്വൽ ടു 1. എക്സാം ഓറിയന്റഡ് ആയിട്ട് നമ്മൾ പ്രിപ്പയർ ചെയ്യുന്നതുകൊണ്ട് ഇതിന്റെ ഡെറിവേഷൻ നമുക്ക് അത്യാവശ്യമില്ല. നിങ്ങൾക്ക് ഞാൻ അതിന്റെ മെത്തേഡ് പറഞ്ഞു തരാം. സൈൻ എന്ന് പറയുന്നത് എന്താണ്? BC സ്ക്വയർ ഡിവൈഡഡ് ബൈ AC സ്ക്വയർ വരും അല്ലെ. കോസ് സ്ക്വയർ എന്ത് വരും? AB സ്ക്വയർ ഡിവൈഡഡ് ബൈ AC സ്ക്വയർ വരും. ക്ലിയർ ആണല്ലോ? BC ഓപ്പോസിറ്റ് ഡിവൈഡഡ് ബൈ ഹൈപ്പോട്ടനസ്, അഡ്ജസന്റ് ബൈ ഹൈപ്പോട്ടനസ് ആണ് അല്ലെ. അപ്പൊ നമുക്ക് കോമൺ ആണല്ലോ, AC സ്ക്വയർ കോമൺ ആണ്. മുകളിൽ എന്ത് വരും? BC സ്ക്വയർ പ്ലസ് AB സ്ക്വയർ. നിങ്ങൾക്ക് അറിയാലോ, ആൾട്ടിറ്റ്യൂഡ് സ്ക്വയർ പ്ലസ് ബേസ് സ്ക്വയർ എന്ന് പറയുന്നത് എന്താണ്? ഹൈപ്പോട്ടനസ് സ്ക്വയർ ആണ്. AC സ്ക്വയർ ബൈ AC സ്ക്വയർ വരും. then this become 1. ഇങ്ങനെയാണ് നമ്മുടെ പ്രൂഫ് വരുന്നത്. പ്രൂഫ് നിങ്ങൾക്ക് എക്സാമിന് പഠിക്കാനില്ല, ജസ്റ്റ് മനസ്സിലാക്കാൻ വേണ്ടി പറഞ്ഞതേ ഉള്ളൂ. ഇതിൽ തന്നെ ഡിറൈവ് ചെയ്യുന്ന മറ്റ് 2 ഐഡന്റിറ്റീസ് ആണ്. 1 പ്ലസ് ടാൻ സ്ക്വയർ എ ഈക്വൽ ടു സീക് സ്ക്വയർ എ. 1 plus tan square A is equal to sec square A. Then third identity is 1 plus cot square A equal to cosec square A. ക്ലിയർ ആണെന്ന് കരുതുന്നു. ഈ 3 ഐഡന്റിറ്റീസ് അറിഞ്ഞിരിക്കണം. സൈൻ സ്ക്വയർ എ പ്ലസ് കോസ് സ്ക്വയർ എ ഈക്വൽ ടു 1. ഇതിൽ തന്നെ ഡിറൈവ് ചെയ്യുന്നതാണ് 1 പ്ലസ് ടാൻ സ്ക്വയർ എ ഈക്വൽ ടു സീക് സ്ക്വയർ എ. നെക്സ്റ്റ് എന്ന് പറയുന്നത് 1 പ്ലസ് കോട്ട് സ്ക്വയർ എ ഈസ് ഈക്വൽ ടു കൊസീക് സ്ക്വയർ എ. ഈ 3 ഐഡന്റിറ്റീസ് നിങ്ങൾക്ക് അറിഞ്ഞിരിക്കണം. നമുക്കൊരു ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്യാം. ട്രിഗണോമെട്രിക് ഐഡന്റിറ്റീസ് വെച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. അപ്പൊ നമുക്ക് ക്വസ്റ്റ്യനിലേക്ക് പോകാം. ഇഫ് എക്സ് ഇസ് ഈക്വൽ ടു 2 സൈൻ സ്ക്വയർ തീറ്റ, ആംഗിൾ ആണ് തീറ്റ എന്ന് മാർക്ക് ചെയ്തിരിക്കുന്നത്. ആൻഡ് y ഇസ് ഈക്വൽ ടു 2 കോസ് സ്ക്വയർ തീറ്റ പ്ലസ് 1. കോസ് സ്ക്വയർ തീറ്റ എന്ന് പറയുന്നത് ആംഗിൾ ആണ്. ദെൻ ഫൈൻഡ് ദ വാല്യൂ ഓഫ് എക്സ് പ്ലസ് വൈ. നമ്മളോട് കണ്ടുപിടിക്കാൻ പറഞ്ഞിരിക്കുന്നത് എക്സ് പ്ലസ് വൈ ആണ്. തന്നിട്ടുണ്ട് എക്സ് ഇസ് ഈക്വൽ ടു 2 സൈൻ സ്ക്വയർ തീറ്റ, y ഇസ് ഈക്വൽ ടു 2 കോസ് സ്ക്വയർ തീറ്റ പ്ലസ് 1. ദെൻ നമ്മുടെ എക്സ് പ്ലസ് വൈ എന്ന് പറയുന്നത് നമുക്ക് എങ്ങനെ എഴുതാം? 2 സൈൻ സ്ക്വയർ തീറ്റ പ്ലസ് 2 കോസ് സ്ക്വയർ തീറ്റ പ്ലസ് 1. ഓക്കെ, നമുക്ക് ഇതിൽ നിന്ന് ഈ 2 ടേമിൽ നിന്നും കോമൺ ആയിട്ട് 2 ഉണ്ട്. ക്ലിയർ ആണെന്ന് കരുതുന്നു. ഈ 2 നമുക്ക് പുറത്തേക്ക് എടുക്കാം. 2 ഓക്കെ, പുറത്തേക്ക് എടുത്തു കഴിഞ്ഞാൽ ഇവിടെ വരുന്ന ടേം സൈൻ സ്ക്വയർ തീറ്റയാണ്. ഇതിൽ നിന്ന് ഈ 2 ഇൻറ്റു സൈൻ സ്ക്വയർ തീറ്റയെന്ന് 2 നമ്മൾ മാറ്റുമ്പോൾ, കോമൺ ആയി എടുക്കുമ്പോൾ ബാക്കി വരുന്ന ടേം സൈൻ സ്ക്വയർ തീറ്റയാണ്. അതുപോലെ സെക്കൻഡ് ടേമിൽ നിന്ന് ഞാൻ 2 എടുക്കുമ്പോൾ അവിടെ വരുന്ന ബാക്കി എന്താണ്? കോസ് സ്ക്വയർ തീറ്റയാണ്. ദെൻ പ്ലസ് 1. ഓക്കെ, ക്ലിയർ ആണെന്ന് കരുതുന്നു. സൈൻ സ്ക്വയർ തീറ്റ പ്ലസ് കോസ് സ്ക്വയർ തീറ്റ. ദെൻ ഈ എന്താണ് ഈ സൈൻ സ്ക്വയർ തീറ്റ പ്ലസ് കോസ് സ്ക്വയർ തീറ്റ? നമുക്കറിയാം അല്ലെ, 1 ആണ്. പ്ലസ് 1. അപ്പൊ നമുക്ക് ഐഡന്റിറ്റി ഇവിടെ എഴുതണം. സൈൻ സ്ക്വയർ തീറ്റ പ്ലസ് കോസ് സ്ക്വയർ തീറ്റ ഈക്വൽ ടു 1. നമ്മൾ ഇട്ട് ചെയ്തു. തീറ്റ എന്ന് പറയുന്നത് വേറൊരു ആംഗിൾ, അത്രേ ഉള്ളൂ. ഓക്കെ, അപ്പൊ ഇതിന്റെ ആൻസർ എന്താ വരിക? 2 പ്ലസ് 1 ഈക്വൽ ടു 3.
വളരെ സിമ്പിൾ ആണല്ലേ. നമുക്ക് ഈ ഐഡന്റിറ്റി അറിഞ്ഞിരിക്കണം, അതുപോലെ ഇതൊന്ന് റീഅറേഞ്ച് ചെയ്യാനുള്ള ഒരു കഴിവുണ്ടാവണം എന്നേ ഉള്ളൂ. അപ്പൊ നമുക്ക് സിമ്പിൾ ആയിട്ട് ചെയ്യാൻ പറ്റാവുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. മറ്റൊരു ക്വസ്റ്റ്യൻ നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഇവിടെ കൊടുത്തിരിക്കുന്നത് ഷോ ദാറ്റ് tan raised to 4 theta plus tan square theta equal to sec raised to 4 theta minus sec square theta. ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ നമ്മൾ കാണുമ്പോൾ നമ്മുടെ മൈൻഡിൽ ഒരു ഐഡിയ ഉണ്ടാവണം അല്ലെ. സീക്കും ടാനും തമ്മിൽ ഉള്ള ഒരു റിലേഷൻ എന്ന് പറയുന്നത് 1 plus tan square theta equal to sec square theta ആണ് അല്ലെ. അപ്പൊ ഈ ഐഡന്റിറ്റി നമുക്ക് കറക്റ്റ് ആയിട്ട് അറിയണം. 1 plus tan square theta equal to sec square theta. ഈ ഒരൊറ്റ മെത്തേഡ് ഉള്ളൂ ടാനിനെ സീക്ക് ആയിട്ട് കൺവേർട്ട് ചെയ്യാനുള്ള ഒരു മെത്തേഡ്. അപ്പൊ നമുക്ക് ഇനിയിപ്പൊ ചെയ്തു തുടങ്ങാം. അത് മൈൻഡിൽ ഇരിക്കട്ടെ, അത് അവിടെ ഇരിക്കട്ടെ. നമുക്ക് LHS എടുത്ത് വർക്ക്ഔട്ട് ചെയ്ത് നോക്കാം. LHS tan raised to 4 theta plus tan square theta. ഇതിൽ എന്തെങ്കിലും കോമൺ ഉണ്ടോ? ഉണ്ടല്ലേ. tan raised to 4 എന്ന് പറഞ്ഞാൽ tan into tan into tan into tan theta ആണ്. നെക്സ്റ്റ് tan square എന്ന് പറഞ്ഞാൽ tan theta into tan theta ആണ്. അപ്പൊ നമുക്ക് ഇന്ന് എന്തെടുക്കാം? tan square theta എന്ന് പറയുന്നത് കോമൺ എടുക്കാം അല്ലെ. രണ്ട് സൈഡിൽ നിന്നും കോമൺ എടുക്കാം. അപ്പൊ ഇവിടെ എന്ത് വരും? നമുക്ക് tan square theta into tan square theta ആണ് tan raised to 4 theta. അപ്പൊ ഇവിടെ ബാക്കി എന്ത് വരും? tan square theta വരും പ്ലസ് 1 വരും. ക്ലിയർ ആണെന്ന് വരുന്നു. പിന്നെ ഇതെന്താണ്? 1 plus tan square theta എന്ന് പറയുന്നത് sec square theta ആണ്. അപ്പൊ നമുക്ക് എന്ത് എഴുതാം? tan square theta into sec square theta വരും. ക്ലിയർ ആണെന്ന് വരുന്നു. tan square theta into sec square theta വരും. കാരണം 1 plus tan square theta sec square theta. ഇനി നമുക്ക് ഇതിനെ സീക്ക് ആക്കി മാറ്റണം അല്ലെ. എങ്ങനെ മാറ്റും? sec square theta ടേമിലേക്ക് മാറ്റും. അപ്പൊ tan square theta എന്താണ്? tan square theta is equal to sec square theta minus 1 ആണ്. അപ്പൊ നമുക്ക് അതൊന്ന് ഇവിടെ ഒന്ന് അപ്ലൈ ചെയ്ത് നോക്കാം. sec square theta minus 1 into sec theta, sec square theta. ഇനി നമുക്ക് ഇതൊന്ന് മൾട്ടിപ്ലൈ ചെയ്യാം. ഡിസ്ട്രിബ്യൂട്ടീവ് ലോ sec square theta into sec square theta എന്നും sec raised to 4 theta വരും. മൈനസ് sec theta into 1 എന്ത് വരും? sec square theta വരും. ഓക്കെ, ഇതല്ലേ നമ്മുടെ RHS അല്ലെ. ഇതല്ലേ നമ്മുടെ ആൻസർ കിട്ടണ്ടേ. ദെൻ ഹെൻസ് പ്രൂഫ്. ക്ലിയർ ആണെന്ന് കരുതുന്നു. നമുക്ക് ഇങ്ങനെ ടാനും സീക്കും കൂടി കണ്ടു കഴിഞ്ഞാൽ നമുക്ക് ഐഡിയ ഉണ്ടാവണം ഇതിന്റെ റിലേഷൻ 1 plus tan square theta equal to sec square theta. ആ ഒരു മെത്തേഡ് മാത്രമേ ഉള്ളൂ ടാൻ തന്നിരിക്കുന്ന ഒരു ടേമിനെ സീക്കിലേക്ക് കൺവേർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. പിന്നെ നമ്മൾ നമുക്ക് തന്നിരിക്കുന്ന ക്വസ്റ്റ്യൻ ഒന്ന് നമ്മുടെ RHSലേക്ക് എത്തിക്കുക. അത്രേ ഉള്ളൂ. മറ്റൊരു ക്വസ്റ്റ്യനിലേക്ക് പോകാം. പ്രൂവ് ദാറ്റ് tan square a divided by tan square a minus 1 plus cos square a divided by sec square a minus cosec square a equal to 1 by 1 minus 2 cos square a. നിങ്ങൾ ഈ ഐഡന്റിറ്റീസ് കാണുമ്പോൾ ശ്രദ്ധിക്കുക. നമ്മുടെ LHS ഭാഗത്തിൽ മുഴുവൻ തന്നിരിക്കുന്ന ടാൻ സീക്ക് കൊസീക്കിന്റെ ടേംസിലാണ് കിടക്കുന്നത്. നമ്മുടെ RHSൽ നടക്കുന്നത് ആകെ കോസ് മാത്രമേ ഉള്ളൂ അല്ലെ. അപ്പൊ നമുക്ക് ഇതിൽ നിന്ന് നമുക്ക് കോസിന്റെ ടേംസിലേക്കാണ് കൺവേർട്ട് ചെയ്യേണ്ടത്. ഇതിൽ ടാൻ ആവശ്യമില്ല, കൊസീക്ക് ആവശ്യമില്ല, സീക്ക് ആവശ്യമില്ല. അപ്പൊ നമുക്ക് അതിനെയെല്ലാം എന്തായിട്ട് മാറ്റാം? സൈനിന്റെയും കോസിന്റെയും ടേംസിലേക്ക് മാറ്റാം. ഈ സൈൻ നമുക്ക് എങ്ങനെ കൺവേർട്ട് ചെയ്യാം? സൈൻ സ്ക്വയർ തീറ്റ പ്ലസ് കോസ് സ്ക്വയർ തീറ്റ ഈക്വൽ ടു 1 ആണ്. ആ ഐഡന്റിറ്റി ഉപയോഗിച്ചിട്ട് കോസിലേക്ക് മാറ്റാം. ഇതാണ് നമുക്ക് ഈ ക്വസ്റ്റ്യൻ വായിക്കുമ്പോൾ കിട്ടേണ്ട ഐഡിയ. ഓക്കെ, അപ്പൊ ക്ലിയർ ആയെന്ന് കരുതുന്നു. അതായത് ഇതിലിരിക്കുന്നതെല്ലാം ടാന്, കൊസീക്ക്, സീക്ക് എന്നീ ടേംസിലാണ് കിടക്കുന്നത്. നമുക്ക് RHSലേക്ക് എന്തിലേക്ക് മാറ്റണം? കോസിന്റെ ടേംസിലേക്ക് മാറ്റണം. അപ്പൊ നമ്മുടെ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ടാനിനെയും കൊസീക്കിനെയും സീക്കിനെയും ഒക്കെ എന്തിലേക്ക് കൺവേർട്ട് ചെയ്യണം? സൈനിന്റെയും കോസിന്റെയും ടേംസിലേക്ക് മാറ്റണം. എന്നിട്ട് നെക്സ്റ്റ് സ്റ്റെപ്പായി സൈൻ ഉള്ളതെല്ലാം എന്ത് മാറ്റണം? കോസിന്റെ ടേംസിലേക്ക് മാറ്റണം. അതിന് ഏത് ഐഡന്റിറ്റി യൂസ് ചെയ്യാം? സൈൻ സ്ക്വയർ തീറ്റ പ്ലസ് കോസ് സ്ക്വയർ തീറ്റ ഈക്വൽ ടു 1. നമുക്കിതൊന്ന് ചെയ്ത് നോക്കാം അല്ലെ. എന്താണ് ഞാൻ പറഞ്ഞത് ഒന്ന് ചെയ്ത് നമുക്ക് ഒന്നുകൂടി നോക്കാം. ടാൻ സ്ക്വയർ എന് നമുക്ക് എന്ത് എഴുതാം? സൈൻ സ്ക്വയർ എ ഡിവൈഡഡ് ബൈ കോസ് സ്ക്വയർ എ എന്ന് എഴുതാം. ഡിവൈഡഡ് ബൈ നെക്സ്റ്റ് എന്ത് എഴുതാം? സൈൻ സ്ക്വയർ എ ഡിവൈഡഡ് ബൈ കോസ് സ്ക്വയർ എ മൈനസ് 1 എന്ന് എഴുതാം. ക്ലിയർ ആണെന്ന് കരുതുന്നു. പ്ലസ് ദിസ് എന്ത് വരും? 1 ബൈ കൊസീക്ക് എന്താണ്? സൈൻ സ്ക്വയർ എ ആണ് അല്ലെ. ഡിവൈഡഡ് ബൈ sec square എന്താണ്? 1 by cos square a minus 1 by sin square a. ഇതാണ് നമ്മുടെ LHS വരുന്നത്. ഓക്കെ, നമുക്ക് ഇവിടെ താഴെ എന്ത് ചെയ്യാം? LCM എടുക്കാം അല്ലെ. അപ്പൊ ഇത് എന്ത് വരും? സൈൻ സ്ക്വയർ എ ഡിവൈഡഡ് ബൈ സൈൻ സ്ക്വയർ എ മൈനസ് കോസ് സ്ക്വയർ എ. ഇവിടെ ഡിവൈഡഡ് ബൈ കോസ് സ്ക്വയർ എ ഉണ്ട്. ഇവിടെയും ഡിവൈഡഡ് ബൈ എന്ത് വരും? കോസ് സ്ക്വയർ എ വരും.
ക്ലിയർ ആണെന്ന് കരുതും. സൈൻ സ്ക്വയർ എ ഡിവൈഡഡ് ബൈ കോസ് സ്ക്വയർ എ. ഇവിടെ എന്ത് ചെയ്യും? കോമൺ എടുക്കുമ്പോൾ ഇവിടെ 1 ആണല്ലോ, രണ്ട് സൈഡിൽ നമുക്ക് അപ്പൊ എന്തുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം? കോസ് സ്ക്വയർ എ ഡിവൈഡഡ് ബൈ കോസ് സ്ക്വയർ എ. കോസ് സ്ക്വയർ എ ആണ് ഡിനോമിനേറ്റർ വരിക, മേലെ സൈൻ സ്ക്വയർ എ മൈനസ് കോസ് സ്ക്വയർ എ വരും. ഇങ്ങോട്ട് വരുമ്പോൾ പ്ലസ് ഇവിടെ എന്ത് വരും? 1 ബൈ സൈൻ സ്ക്വയർ എ. 1 ബൈ സൈൻ സ്ക്വയർ എ ആണ്. അതിന് താഴെ എന്ത് വരും? നമുക്ക് LCM എടുക്കുമ്പോൾ സൈൻ സ്ക്വയർ എ മൈനസ് കോസ് സ്ക്വയർ എ ഡിവൈഡഡ് ബൈ എന്ത് വരും? നമുക്ക് കോസ് സ്ക്വയർ എ സൈൻ സ്ക്വയർ എ. ക്ലിയർ ആണെന്ന് കരുതുന്നു. അതായത് ഈ ടേമിന്റെ കൂടെ നമുക്ക് എന്ത് വരണം? കോസ് സ്ക്വയർ എ സൈൻ സ്ക്വയർ എ ആണ് എന്ത് വരുന്നത്? LCM അല്ലെ. താഴെ ഡിനോമിനേറ്ററിൽ കോസ് സ്ക്വയർ എ ഉള്ളൂ. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? രണ്ട് സൈഡിലും സൈൻ സ്ക്വയർ എ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. ഓക്കെ, അപ്പൊ ഇവിടെ എന്തൊരു സൈൻ സ്ക്വയർ എ വരും. ഇവിടെ സൈൻ സ്ക്വയർ എ ഉള്ളൂ, അപ്പൊ എന്തുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം? കോസ് സ്ക്വയർ എ ഇൻറ്റു കോസ് സ്ക്വയർ എ ചെയ്യണം. അപ്പൊ എന്തുവരും? സൈൻ സ്ക്വയർ എ മൈനസ് കോസ് സ്ക്വയർ എ ഡിവൈഡഡ് ബൈ കോസ് സ്ക്വയർ എ ഇൻറ്റു സൈൻ സ്ക്വയർ എ. ക്ലിയർ ആണെന്ന് കരുതുന്നു. ഈ രണ്ട് സൈഡിലെയും ഡിനോമിനേറ്റർ കട്ടായി പോവും. ഇവിടുത്തെ സൈൻ സ്ക്വയറും ഈ സൈൻ സ്ക്വയറും കട്ടായി പോവും. Okay, then this become sin square a divided by sin square a minus cos square a plus ഇത് നമുക്ക് എന്തുവരും? 1 by ആയിട്ടാണ് കിടക്കുന്നത് അല്ലേ. 1 by എന്ത് കിടക്കുന്നുണ്ട്? സൈൻ സ്ക്വയർ എ മൈനസ് കോസ് സ്ക്വയർ എ ഡിവൈഡഡ് ബൈ കോസ് സ്ക്വയർ എയിലാണ് കിടക്കുന്നത്. അപ്പൊ നമുക്ക് തിരിച്ചിടുമ്പോൾ എന്ത് വരും? നമുക്ക് 1 by കിടക്കുന്നത് എന്ത് വരും? 1 divided by ആയിട്ട് വരും അല്ലെ. 1 divided by സൈൻ സ്ക്വയർ എ മൈനസ് കോസ് സ്ക്വയർ എ ഡിവൈഡഡ് ബൈ കോസ് സ്ക്വയർ എ ആണ്. അപ്പൊ ഇതെന്ത് വരും? 1 ഇൻറ്റു കോസ് സ്ക്വയർ എ ഡിവൈഡഡ് ബൈ റെസിപ്രോക്കൽ എടുക്കണം. അറിയാന്ന് കരുതുന്നു. കോസ് സ്ക്വയർ എ ആയിട്ട് മാറും അല്ലെ. അതായത് 1 by എന്നുള്ള ഈ ടേമിന് നമ്മൾ എങ്ങനെ എഴുതാം? 1 divided by സൈൻ സ്ക്വയർ എ മൈനസ് കോസ് സ്ക്വയർ എ ഡിവൈഡഡ് ബൈ കോസ് സ്ക്വയർ എ ആണ്. അപ്പൊ ഇതിന് നമ്മൾ റെസിപ്രോക്കൽ എടുക്കുമ്പോൾ മൾട്ടിപ്ലിക്കേഷൻ ആവും. 1 ഇൻറ്റു കോസ് സ്ക്വയർ എ ബൈ സൈൻ സ്ക്വയർ എ ആവും. അപ്പൊ ഇവിടുത്തെ ടേം എന്താ വരുന്നത്? കോസ് സ്ക്വയർ എ ഡിവൈഡഡ് ബൈ സൈൻ സ്ക്വയർ എ മൈനസ് കോസ് സ്ക്വയർ എ അല്ലേ. അപ്പൊ നമുക്ക് നോക്കി ഈ രണ്ട് ഡിനോമിനേറ്റർ സെയിം ആയി വന്നു. അപ്പൊ നമുക്ക് മേലത്തത് ആഡ് ചെയ്യാം. സൈൻ സ്ക്വയർ എ പ്ലസ് കോസ് സ്ക്വയർ എ ഡിവൈഡഡ് ബൈ സൈൻ സ്ക്വയർ എ മൈനസ് കോസ് സ്ക്വയർ എ. മേലത്തെ ടേം എന്താണ്? നമുക്കറിയാലോ ഐഡന്റിറ്റീസ്. അതായത് സൈൻ സ്ക്വയർ എ പ്ലസ് കോസ് സ്ക്വയർ എ എന്താണ്? നമുക്കറിയാം 1 ആണെന്ന് അറിയാം അല്ലെ. അപ്പൊ ഇവിടെ നമുക്ക് എന്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം? ഈക്വൽ ടു 1 ബൈ സൈൻ സ്ക്വയർ എ മൈനസ് കോസ് സ്ക്വയർ എ ആയിട്ട് മാറും. ക്ലിയർ ആണെന്ന് കരുതുന്നു. അപ്പൊ ഇത്രയും എത്തിക്കഴിഞ്ഞാൽ നമ്മൾ ഒന്ന് RHSലേക്ക് നോക്കാം. RHSന്റെ ടേമില് ഇവിടെ സൈൻ സ്ക്വയർ ഇല്ല അല്ലെ. സൈൻ സ്ക്വയർ ഇല്ല. അപ്പൊ സൈൻ സ്ക്വയറിന്റെ ഭാഗത്ത് നമുക്ക് എന്താ വേണ്ടത്? കോസിന്റെ ടേം ആണ് വേണ്ടത്. അപ്പൊ എങ്ങനെയാണ് സൈൻ സ്ക്വയറിനെ മാറ്റുക? സൈൻ സ്ക്വയർ എ എന്ന് പറയുന്നത് 1 മൈനസ് കോസ് സ്ക്വയർ എ ആണ്. അത്രയേ ഉള്ളൂ. അതിവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. 1 ബൈ 1 മൈനസ് കോസ് സ്ക്വയർ എ മൈനസ് കോസ് സ്ക്വയർ എ ആയിട്ട് മാറും. അപ്പോ ക്ലിയർ ആണെന്ന് കരുതുന്നു. ഈ സൈൻ സ്ക്വയർ എക്ക് വരെ എന്ത് ചെയ്തു? 1 മൈനസ് കോസ് സ്ക്വയർ എ. ദിസ് ബിക്കം മൈനസ് കോസ് സ്ക്വയർ എ മൈനസ് കോസ് സ്ക്വയർ എ എന്താണ്? മൈനസ് 2 കോസ് സ്ക്വയർ എ ആയിട്ട് മാറും. Then this become 1 by 1 minus 2 cos square a. This is your RHS. Hence proof. Okay. ഇതപ്പോൾ ഒരു 5 mark ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ ശ്രദ്ധിച്ച് ചെയ്ത് കഴിഞ്ഞാൽ എളുപ്പം ചെയ്യാവുന്നതേ ഉള്ളൂ. മനസ്സിലായെന്ന് കരുതുന്നു. ഇന്ന് ഡിസ്കസ് ചെയ്തത് നമ്മൾ ട്രിഗണോമെട്രിക് ഐഡന്റിറ്റീസ് ആണ്. അത് റിലേറ്റ് ചെയ്തിട്ട് നമ്മൾ ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്തു. ഈ ചെയ്ത ക്വസ്റ്റ്യൻസ് വർക്ക്ഔട്ട് ചെയ്യുക. നമുക്ക് മറ്റൊരു വീഡിയോയിൽ കൂടുതൽ ക്വസ്റ്റ്യൻസുമായി വീണ്ടും കാണാം. താങ്ക് യു.